ഹായ്, ഇന്നത്തെ ദിവസത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഞാനിപ്പോൾ ഉള്ളത് നമ്മളെ കണ്ണൂരുള്ള ചാലക്കുള്ള ആസ്റ്റർ മിംസിലാണ് ഉള്ളത്. ഞാൻ ഇന്നലെ വൈകുന്നേരം കവിനെയും കൂട്ടി ഡെലിവറിക്ക് വേണ്ടിയിട്ട് ഇവിടെ ഹോസ്പിറ്റലിലേക്ക് വന്നതിനും അപ്പോൾ ഇന്നലെ നമ്മൾ പറഞ്ഞതിനും അപ്പോൾ ഇവിടെ വന്നു. ഭയങ്കര സന്തോഷമുള്ളൊരു സമയമാണ്. ഞാൻ സന്തോഷം നമ്മളെ കുടുംബത്തിലേക്ക് വേഗം പറയാമെന്ന്. നമ്മളെ കവി പ്രസവിച്ചു, ആൺകുട്ടിയാണ്. അപ്പോൾ നോർമൽ ഡെലിവറിയാണ്, അങ്ങനെ കഴിഞ്ഞു. ഞാനും കൂടി ഉണ്ടായി ലേബർ റൂമിൽ. നമ്മൾ എല്ലാം കഴിഞ്ഞു. കുട്ടീനെയും അമ്മേനെല്ലാം കണ്ടു. കുഴപ്പമൊന്നുമില്ല, അവർ കുഴപ്പമൊന്നുമില്ല, എല്ലാവരെയും കാണിച്ചു. അമ്മേനെയും ചേച്ചിമാരും എല്ലാവരും വന്നതിനും എല്ലാവരെയും കാണിച്ചു. ഭയങ്കര സന്തോഷമുള്ളൊരു നിമിഷമാണ്. അതുപോലെ തന്നെ നമ്മളെ യൂട്യൂബ് കുടുംബത്തിലെ ഒരുപാട് പേര്, നമ്മളെല്ലാ കുടുംബാംഗങ്ങളും നമ്മളെ വിളിക്കുകയും മെസ്സേജ് അയക്കും. കുറേ പേര് വിളിച്ചു, അതുപോലെ തന്നെ മെസ്സേജ് അയച്ചു. കുറേ ദിവസങ്ങളിലായിട്ട് നമ്മളോട് ഇങ്ങനെ പ്രസവമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഇങ്ങനെ പ്രാർത്ഥനകളും കാര്യങ്ങളിലായിട്ടുള്ള എല്ലാ മെസ്സേജുകളും നമ്മൾ കാണുന്നുണ്ട്. നമ്മളെ വീട്ടിൽ നമ്മളെ അമ്മയും നമ്മളെ പെങ്ങൾ നമ്മളെ സഹോദരനായാലും ആരായാലും നമ്മളെ വീട്ടിൽ കാത്തിക്കുന്ന പോലെ തന്നെയാണ് എല്ലാവരും നമ്മളെ ഈ കുടുംബത്തിൽ നമ്മളെ കാത്തിക്കുന്ന അറിയുമ്പോൾ സന്തോഷം ഭയങ്കരമാണ്. സുഖമായിട്ട് തന്നെ കവി ഡെലിവറി എല്ലാം കഴിഞ്ഞു. കുട്ടീനെ നമ്മൾ കയ്യിലെടുത്തു. അപ്പോൾ മോനാണ്. ഒരുപാട് പേര് നമ്മളെ കുടുംബത്തിലെ ഒരുപാട് പേര് മോനെന്നെല്ലാം പറയുന്നുണ്ടായിരുന്നു. നമുക്ക് എന്തായാലും ആരോഗ്യമുള്ളൊരു ഭാവാന്നുള്ളതാണ്. അപ്പോൾ അതിൽ സന്തോഷത്തോടു കൂടി നമ്മളെ മോൻ എത്തിയിരിക്കുമെന്ന് ഞാൻ ആദ്യം തന്നെ ആ സന്തോഷം ഒന്ന് അറിയിക്കുമെന്ന്. അതുപോലെ തന്നെ നമ്മളെ പുതുതായിട്ട് വന്ന അതിഥി മോനെ ഒന്ന് നമ്മളെ കുടുംബത്തിലെല്ലാവരും ഇന്ന് കാണിക്കുമെന്ന്. എല്ലാവരും പ്രാർത്ഥനകളും അതുപോലെ തന്നെ കാണാൻ വേണ്ടിയിട്ടെല്ലാം നമ്മളെ അമ്മയായാലും നമ്മളെ പെങ്ങന്മാരായാലും സഹോദരന്മാരായാലും നമ്മളെ കാത്തിക്കുന്ന പോലെ തന്നെ നമ്മളെ വീട്ടിലുള്ളവർ കാത്തിക്കുന്ന പോലെ തന്നെയാണ് നമ്മൾ ഈ കുടുംബത്തിലെ അംഗങ്ങൾ ഓരോരുത്തരും നമ്മളെ ഇത് കാത്തിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമ്മളെ മോനെ വേഗം ഒന്ന് നിങ്ങളടുത്ത് നമ്മൾ കണ്ടു. നമ്മൾ ഈ വീഡിയോ വരുന്ന സമയത്ത് തന്നെ നമ്മൾ നിങ്ങളെ കാണിക്കുമെന്ന്. കുറേ പേര് ചിലരെല്ലാം പറയലുണ്ട്, ഇങ്ങനെ ഇപ്പോൾ കാണിക്കണോ കുറച്ച് ദിവസം കഴിഞ്ഞിട്ട് അങ്ങനെ, അല്ലെങ്കിൽ പിന്നെ അങ്ങനെയെല്ലാം പറയലുണ്ട്. പക്ഷേ ഞാൻ അങ്ങനെയല്ല. എന്ന് വെച്ചാൽ നമ്മളെ എല്ലാ സന്തോഷവും എല്ലാം നമ്മൾ ഈ കുടുംബത്തിൽ നമ്മൾ പറയലുണ്ട്. അപ്പോൾ ഈ ഒരു സന്തോഷമുള്ള സമയത്ത് നമ്മൾ ഒരിക്കലും അത് എന്താ പറയുക പിന്നത്തേക്ക് എന്നല്ല, നമ്മൾ അപ്പം തന്നെ അറിയിക്കണം എന്ന് വിചാരിക്കുന്നത്. കാരണം നമ്മളിപ്പോൾ ഇവിടെ വന്നായാലും നമ്മളെ എന്താ പറയുക എല്ലാവരെയും നമ്മൾ ഓരോ കുടുംബാംഗങ്ങളും നമ്മൾ പ്രാർത്ഥനകളും കാര്യങ്ങളിലായിട്ട് നമ്മൾ കൂടെ തന്നെയുണ്ട്. അപ്പോൾ അതിൽ നമ്മൾ വേഗം നമ്മളെ മോനെ കാണിക്കണം തന്നെയാണ് നമ്മൾ സന്തോഷത്തോട് കൂടിയിട്ട് നമ്മൾ വിചാരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമ്മളെ കുട്ടീനെ നമ്മളെ വീട്ടുകാർ കാണുന്ന അതേ നമ്മളിതും വീട്ടുകാർക്ക് നമ്മളെ കുടുംബങ്ങൾ തന്നെയാണ്. അപ്പോൾ നമ്മളെ അവർ കാത്തിരുന്ന് അതേപോലെ തന്നെ നമ്മളെ കുടുംബത്തിൽ എല്ലാവരും കാത്തിരിക്കുന്നതെന്ന് അറിയുന്നതുകൊണ്ട് നമ്മൾ വേഗം ആ ഒരു സന്തോഷം നമ്മളെ പുതുതായിട്ട് വന്ന് നമ്മളെ കുടുംബത്തിൽ വന്ന് നമ്മളെ അതിഥീനെ നമ്മൾ നിങ്ങൾക്ക് മുമ്പിൽ കാണിക്കുന്നത്. നമ്മൾ ഡെലിവറി കഴിഞ്ഞു, നമ്മളിപ്പോൾ വരുന്നതും അതുപോലെ തന്നെ കവിനെയും എല്ലാം നമുക്ക് വീഡിയോയിൽ കാണാം. അപ്പോൾ സന്തോഷം, എല്ലാവരും പ്രാർത്ഥനകൾക്കും സന്തോഷം. കവി സുഖമായിരിക്കുമെന്ന് ഇടിയുണ്ട്. ഓക്കെ, ഇപ്പം വീഡിയോയിൽ എനിക്കങ്ങനെ ഇതാക്കാൻ കഴിയില്ല. എന്നാലും ഞാൻ ആ സന്തോഷമുള്ള കുറച്ച് നിമിഷങ്ങളെല്ലാം ഞാൻ മരുമക്കളും വന്നതിന് അവരിൽ വീഡിയോ ആയിട്ട് എടുത്തിട്ടുണ്ട്. അപ്പോൾ സുഹൃത്തുക്കളും നാട്ടിലുള്ളവരും എല്ലാവരും വിളിച്ചു, കുറേ പേര് മെസ്സേജ് അയച്ചു. എല്ലാവരും പ്രാർത്ഥനകളും നമ്മൾ നന്ദി അറിയിക്കുമെന്ന്. അപ്പോൾ നമ്മളെ മോനക്കെടുത്ത് വരാം. കുട്ടി ഇങ്ങോട്ട് വരുന്നുണ്ട്, കാണാൻ വേണ്ടി കാത്തിക്കലാണ്. ആരോടെ വരുന്നത്? നമ്മളിങ്ങനെ പുറത്ത് എന്നാ പറയണ്ടേ പറയുന്നത് കേൾക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ കാത്തിരിക്കലാന്ന്. അതെ, അവനെ കാണാൻ കാത്തുന്നത്. പിന്നെ നിന്നെ നീയും അതിനകത്തല്ലേനും ഉണ്ടായിന്, അത് നീ വരാൻ കാത്തുന്ന നമ്മള് എല്ലാവരും ഇതിക്ക് നോക്കി നമുക്ക് മറ്റേ ഇതെടുത്ത മോനെ നേരം മോനെ ശരിക്കെടുക്കാം.
അത് കണ്ണിനൊന്നും നോക്കില്ല. രണ്ടിനായിട്ട് വഴക്കായി ഒരു സമാധാനം. ഇതൊക്കെ കാണുന്നാവട്ടെ. ഇങ്ങനെ ചാരിക്കും. നമുക്കൊന്ന് കാണണം. ഒന്ന് കാണണ്ടേ? അങ്ങനെയാണുള്ളത്. മോളിന്ന് വരാൻ റെഡിയാണ്. ശരി, ഓക്കെ. സിസ്റ്റർ നമുക്ക് കൂടുതൽ വയ്യം പരിചയപ്പെടാം. ഓക്കെ അല്ലേ കവി? കുഴപ്പമൊന്നുമില്ല. ക്ഷീണുണ്ട്. ഓക്കെ, ശരി. ആരോടെ ഉണ്ട് കുട്ടീനെ കണ്ടോ നമ്മള്? അതേ കല്ല കൊടുന്നു. നേരത്തെ നമ്മള് ചടന വിളിച്ചു. സന്തോഷം. ഒന്നല്ല സാറില്ല, കഴിഞ്ഞില്ലേ? പാല് കൊടുക്കാനാണ്. കാണിക്കുമ്പോ എന്തെങ്കിലും തരുന്നു വിചാരിച്ചിട്ടാ. കൊടുക്കുമ്പോ രണ്ട് മിഠായി കരയാൻ നോക്കുന്നുണ്ടേ. കുഞ്ഞിച്ചെരിയും കുഞ്ഞു വായലും വലുതാണെന്ന്. അമ്മ വരാം. വയ്യ കുറച്ച് നിന്നിട്ട് അവർ ഒന്ന് വരുവേ. അപ്പോൾ നമ്മൾ ഉള്ളത് ആസ്റ്റർ മിംസിലാന്നുള്ളത്, കണ്ണൂർ നമ്മളെ ചാലക്കുള്ള. അപ്പോൾ നമ്മൾ ഇവിടുത്തെ എൻ്റെ അമ്മേനെ ഇടുന്ന ഓപ്പറേഷൻ കഴിഞ്ഞതിനും അതുപോലെ തന്നെ കവിക്ക് ഒരു ഓപ്പറേഷൻ ഉണ്ടായിരുന്നു. അതിനുശേഷം നമ്മൾ ഒരു മുഴയുണ്ടായിട്ട് അത് ചെക്കപ്പും കാര്യമെല്ലാം നമ്മൾ ഇടുന്ന നടത്തിയത്. അപ്പോൾ ഇപ്പോൾ പ്രസവം എന്ന് പറയുമ്പോൾ നമ്മളതുകൊണ്ട് തന്നെ അതിൻ്റെ കുറച്ച് കെയറും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് നമ്മൾ
അവരിതിലായിട്ട് നമ്മൾ മിംസിൽ തന്നെയാണ് അമ്മേനെയും കാണിക്കുന്നത് തീർത്ത് തന്നെയാണ്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ മിംസിൽ തന്നെയാണ് കാണിച്ചിട്ടില്ല. മിംസിൽ എടുത്ത നേഴ്സുമാരും ഡോക്ടറെല്ലാം നമ്മൾ എടുത്ത് പറയേണ്ട ഒരു സംഭവമാണ്. ഞാൻ ആദ്യമായിട്ടാണ് ഞാൻ ഒരുപാട് പറയേണ്ടത്, നമുക്കത് വൈഫിലും കവിയെല്ലാം വന്നിട്ടാവും പറയാം. എന്ന് വെച്ചാൽ എന്താ പറയുക, നമ്മൾ പ്രാർത്ഥനകൾക്ക് നമ്മൾ ദൈവത്തിൻ്റെ കൈകൾ അവരാണ്. അപ്പോൾ അവർ ഒരു എന്താ പറയുക, നമുക്ക് പിന്നെ കൂടുതൽ പറയാം. എന്നാലും ആ നന്ദി എനിക്ക് പറഞ്ഞിരിക്കാൻ കഴിയില്ല. ഞാൻ ആദ്യമായിട്ടാണ് ഞാനിങ്ങനെ എനിക്കൊരു അനുഭവം, നമ്മൾ ഈ ലേബർ റൂമിൽ പോയിട്ടുള്ള അനുഭവം. അപ്പോൾ അത് ശരിക്കും നമ്മൾ ദൈവത്തിൽ കാണുവാനും പറയുന്നത് പോലെ തന്നെയാണ് ഈ ഡോക്ടറും നഴ്സുമാരും എല്ലാം അവരവരെ ഒരു ഇത് കേട്ടോ, അത് എടുത്തു പറയേണ്ടതാണ്. അപ്പോൾ ചാലക്കുള്ള നമ്മൾ കണ്ണൂരിലെ ആസ്റ്റർ മിംസിലെ നഴ്സുമാരും ഡോക്ടർമാരോടെല്ലാം നമ്മളെ നന്ദി അറിയിക്കുമെന്ന്. അവർ നല്ല രീതിയിൽ അവർ നമ്മളെ നോക്കി. അതെന്താ പറയുക, അവരെല്ലാം നമ്മൾ 1-2 ആളെ കാണിച്ചു. നമുക്ക് വേറെയും കുറേ നഴ്സുമാരുണ്ട്, എല്ലാവരെയും നമുക്ക് പിന്നത്തെ വീഡിയോയിൽ കാണിക്കാം. അവർ നന്ദിയും കൂടി ഞാൻ ഈ ഒരു സമയത്ത് അറിയിക്കുന്നു കേട്ടോ. അപ്പോൾ എല്ലാവരോടും, നമ്മളെ കുടുംബത്തിലെ എല്ലാവരോടും പ്രാർത്ഥനകളായിട്ടും നമ്മളെ വിളിച്ചോ എല്ലാം നമ്മൾ സുഖകരങ്ങളെ അന്വേഷിക്കുകയും എന്താ പറയുക കാത്തിരിക്കുകയും എല്ലാം ചെയ്ത അമ്മമാരോട്, നമ്മളെ കുടുംബത്തിലെ ഓരോ അംഗങ്ങളോടും നമ്മൾ സന്തോഷം പങ്കുവെക്കുന്നത്. അതുപോലെ തന്നെ നമ്മളെ ഈ ഡോക്ടർമാരും നഴ്സുമാരെല്ലാം ഒരു ഇത് അവരോടും നമ്മൾ ഇത് പങ്കുവെക്കുമെന്ന് നമ്മളെ നന്ദി അറിയിക്കുമെന്ന്. അപ്പോൾ എന്തായാലും സുഖമായിട്ടെല്ലാം കഴിഞ്ഞു. നമുക്കിനി കൂടുതൽ വിവരങ്ങളിലൊക്കെ വന്നിട്ടും നമ്മളെ കുട്ടീനെ നമ്മളൊക്കെ ഇങ്ങോട്ട് വരട്ടെ, നമുക്കെല്ലാം കാണാം. അപ്പോൾ നമ്മൾ ഈ സന്തോഷം വേഗം നമ്മൾ അറിയിക്കുമെന്ന്. ഞാൻ ഈ വീഡിയോ വൈകുന്നേരം ഇടുന്ന്. ഞാനിപ്പോൾ ഏകദേശം വൈകുന്നേരം ഈ വീഡിയോ എടുക്കുമ്പോൾ ഞാൻ അതിൻ്റെ ഉള്ളിൽ വരുമ്പോഴെല്ലാം ലേറ്റായിന്. അപ്പോൾ വലിയൊരു അനുഭവം, വലിയൊരു സന്തോഷം അന്ന് കിട്ടിയൊരു ദിവസം ഇന്ന്. ഈ സന്തോഷം നമ്മൾ കുടുംബത്തിൽ അറിയിക്കുന്നത്. അപ്പോൾ പുതിയ വിശേഷമായിട്ട് നമുക്ക് നാളെ വരാം. എല്ലാവർക്കും എല്ലാത്തിനും എല്ലാവരുടെ അടുത്തും നന്ദി.